ആദ്യമായിട്ടായിരിക്കും ഒരു ഒറിജിനൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് വന്നത്. ധോണിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ കളിക്കാരനാണ്. ധോണിയല്ല, ഗൈക്വാഡാണ് ക്യാപ്റ്റൻ. ഹർപ്രീത് ബ്രാർ സ്പിന്നറാണ്. ആണോ? ഓക്കെ, സോറി, മൈ മിസ്റ്റേക്ക്. എന്താ ചെയ്യാ, ജീവിച്ചു പോട്ടെ. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു എക്സ്കാസ്റ്റ്. പുതിയൊരു അതിഥിയുണ്ട്, ഡോക്ടറാണ്. കാര്യമൊക്കെ ഉണ്ട്, പേരെന്താ? നെത. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് IPL അഥവാ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓപ്ഷൻ അനാലിസിസ് ആണ്. സോ ഇതിൻ്റെ അത് പറയാനുള്ള ആദ്യമായിട്ടായിരിക്കും ഒരു ഒറിജിനൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് വന്നത്. അതിനുള്ള കാരണം പറയോ? കാരണം ഇൻ ദ സെൻസ് നമ്മളിപ്പം ഇത്രയും കാലം നമ്മൾ ഓപ്ഷൻസ് കണ്ടിട്ടുണ്ട്. എല്ലാ ഓപ്ഷനിലും നമ്മൾ മെയിനായിട്ട് ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ മിച്ചൽ സ്റ്റാർക്കിനെ KKR ഒക്കെ മേടിച്ച പോലെ, അതായത് എപ്പോഴും ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു ടോപ്പ് റേറ്റഡിൽ എപ്പോഴും ഫോറിൻ പ്ലേയേഴ്സാണ് പൈസ കൊണ്ടുപോകാറ്. ഇന്ത്യയിൽ വന്നിട്ട് എപ്പോഴും അവരാണ് ഒരു മെയിൻ എമൗണ്ടും എല്ലാ ടീമിലും. ഇപ്പോൾ ക്യാമറോൺ ഗ്രീനൊക്കെ എടുത്ത പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇവരാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇവരെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മെയിൻലി ഇവർ അണ്ടർ പെർഫോം ചെയ്യുന്നു. കണ്ടിട്ടുള്ളതാണ്, എല്ലാവരുടെ കാര്യമല്ല. ചില പ്ലേയേഴ്സ് മെയിൻ ഒത്തിരി പൈസ ചെലവാക്കി മേടിച്ചവരൊക്കെ അണ്ടർ പെർഫോം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ IPL കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞപ്പോ സാം കറനെ 18 കോടിക്ക് എടുത്ത് ഇതിന് മുമ്പത്തെ സീസൺ. ഇപ്പൊ ഈ സീസണിൽ എത്ര? 240 എടുത്ത്. അതെ. അപ്പം അതുപോലെ തന്നെ ഇവരുടെ ക്രിക്കറ്റ് ബോർഡ്സ്, ഇപ്പം ഓസ്ട്രേലിയ അങ്ങനത്തെ എല്ലാ കൺട്രീസിന്റെ ക്രിക്കറ്റ് ബോർഡ്സും ഈ IPL എത്രത്തോളം അവര് സപ്പോർട്ട് ചെയ്യേണ്ട ആ കാര്യമില്ല. അവരുടെ ഒരു മെയിൻ ടീമിന്റെ അവർക്ക് ടെസ്റ്റ് അവരുടെ ലീഗുകളൊക്കെ വരുമ്പോൾ ഇവർ തിരിച്ചു വിളിക്കും. കഴിഞ്ഞ നോക്കൗട്ട്സ് ഒക്കെ ആയപ്പോൾ ഒത്തിരി ഫോറിൻ പ്ലേയേഴ്സ് അവരുടെ വഴിക്ക് പോയി. അവരുടെ ഡെഡിക്കേഷൻ, അവർക്ക് ഇപ്പോൾ IPL അത്രത്തോളം ഡെഡിക്കേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. അവർ മെയിനായിട്ട് വരുന്നത് പൈസയ്ക്കാണ്, വേറെ ഒരു ഡെഡിക്കേഷൻ. അപ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സ് ഈ IPL കാണുന്ന അത്ര അവര് ഡെഡിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം മേ ബി ഈ ഓപ്ഷനിൽ ഇത് ശരിക്കും ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഓപ്ഷൻ ആയത്. മെയിനായിട്ട് ഇന്ത്യൻ സ്പിന്നേഴ്സിന്, ഇന്ത്യൻ ബാറ്റ്സ്മാൻസ് ഒക്കെയാണ് മെയിനായിട്ട് പൈസ. 20 മുകളിൽ മെയിനായിട്ട് പോയവരൊക്കെ ഇന്ത്യൻസ് തന്നെയാണ്. ഇന്ത്യൻ പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്ത ഫസ്റ്റ് IPL ഓപ്ഷൻ അത് ഇത് തന്നെ ഇരുന്നാണ് നമ്മുടെ ഡോക്ടർ പറയണത്. അതൊരു ആക്ച്വലി വാലിഡ് പോയിന്റ് തന്നെയാണ്. ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് ഇത്രയും കാലം ബുദ്ധി ഉണ്ടോന്നതിനെ കുറിച്ച് നമുക്ക് ഇതില് ചോദിക്കേണ്ടി വരില്ല. എനിവേസ്, അപ്പോ നമുക്ക് ഫസ്റ്റ് ടീമിൽ നിന്ന് തന്നെ തുടങ്ങാം. IPL രാജകുമാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന 2 കൊല്ലം ബാങ്കിന്റെ എവിടെയൊക്കെ പോയിട്ടുണ്ടായി, അതിനെ കുറിച്ചൊന്നും ഞാൻ പറയാനുള്ള. എനിവേസ്, ചെന്നൈയിൽ തന്നെ തുടങ്ങാം. 2 കൊല്ലം ബാൻ ചെയ്തിട്ടും 5 ട്രോഫി ഇപ്പൊ നമുക്കുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പൊ IPL രാജകുമാരൻ എന്ന് പറഞ്ഞപ്പോ നീ അവിടെ ബ്ലവളാന്നായിപ്പോയിട്ടുണ്ട്. അതിന് മുംബൈക്ക് നോക്കി രാജകുമാരന്മാരെല്ലാം അത് മാനേജ്മെന്റും കാര്യങ്ങളും. അപ്പൊ ഓക്കെ, ചെന്നൈനെ പറ്റി പറയാനാണെങ്കിൽ എന്നത്തെയും പോലെ തന്നെ അവരവരുടെ ബേസ് കവർ ചെയ്തിട്ടായിരുന്നു റിട്ടേൺ ചെയ്തിട്ട് പ്ലേയേഴ്സിന് വെച്ചിട്ടുണ്ട്. അത് ഓവർ സ്പെൻഡ് ആയിരിക്കും ചെയ്തിട്ടില്ല. മാക്സിമം സ്പെൻഡ് ചെയ്ത പൈസ എന്ന് വെച്ചാൽ ഏറ്റവും ഓവർ സ്പെൻഡ് ചെയ്ത പൈസ 10 കോടി നൂർ അഹമ്മദ്. പിന്നെ രണ്ടാമത് സ്പെൻഡ് ചെയ്തതും അതേപോലെ സ്പിന്നറിനാണ് അശ്വിൻ ഈ സീസണിലേക്ക് തിരിച്ച് ചെന്നൈയിലേക്ക് വരുന്നു. ഏകദേശം ഒരു 10 വർഷത്തിന്റെ ഗ്യാപ്പിന് ശേഷമാണ് അശ്വിൻ തിരിച്ച് ചെന്നൈയിലേക്ക് വരുന്നത്. അത് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ അശ്വിൻ, ജഡേജ, ധോണി ആ 3 പേരുടെയും തിരിച്ചുള്ള ഒരു കോംബോ കാണാൻ ഞങ്ങൾ ഫാൻസ് വളരെ ഉത്സാഹത്തോടെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ചിഹ്നത്തലയിലല്ല ഇത് ഓർമ്മയ്ക്ക് ചിരി വന്ന കഴിഞ്ഞ സീസൺ അതിന് മുമ്പൊക്കെ എല്ലാ തവണയും ജഡേജ ഔട്ട് ആവുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞതുപോലെ അശ്വിൻ, ജഡേജ, ധോണിനെ കാണാൻ സന്തോഷിച്ച് അശ്വിൻ കൊല്ലത്തിന് ശേഷം തിരിച്ചു നിന്ന്. ഇതേ ടീമാണ് റെയ്നേനെ ഓപ്ഷന് എന്താ പറയാ ലോയൽറ്റി പറയണ ചെന്നൈക്കാര് തന്നെ റെയ്നേനെ ഓപ്ഷന് മേടിക്കാണ്ടിരുന്നിട്ടുണ്ട്. എല്ലാരും മേടിക്കാൻ പറ്റൂ. ഓരോ കാലത്തിനനുസരിച്ച് പ്ലേയേഴ്സിനെ ആഡ് ചെയ്യണം, ഒഴിവാക്കണം. അല്ലാതെ സീറോ ബോൾ നോളജിന്റെ ഗുണമാണ് മുസ്താഖ് ഇപ്പൊ കാണിക്കുന്നത്. അശ്വിനെ ഒഴിവാക്കിയതല്ലടാ, ഓപ്ഷനിൽ വിട്ടുപോയതാണ്. മനസ്സിലായ? റിട്ടേൺ ചെയ്യാൻ പറ്റാണ്ട് പോയ പ്ലേയേഴ്സ് ആണ്. ഇത്രയും കൊല്ലം തിരിച്ചു. അതെ, എല്ലാത്തിനും സമയമുണ്ടല്ലോ. എല്ലാത്തിന്റെ അതേതായ സമയമുണ്ടല്ലോ. ഓപ്ഷനിലേക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോ അത് പറഞ്ഞ ഒരാളത്തിന്റെ പറഞ്ഞിട്ട് പോകണ്ട. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ എന്താണ്, കോൺവേ തിരിച്ചു വന്ന്, രച്ചൻ രവീന്ദ്ര തിരിച്ചു വന്ന്. അവിടെ ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ട് ഇവന്മാര് വലിയ ഓവർ സ്പെൻഡ് ചെയ്തേക്കണ നൂർ അഹമ്മദാണ്. പിന്നെ കോൺവേ, റച്ചൻ രവീന്ദ്ര, പിന്നെ നേത്തൻ ആലിസ്,
പിന്നെ ഒരു ജേമി ഓവർട്ടൺ, സാം കറനെ കിട്ടിയേക്കാണ് ഇപ്പൊ നല്ലൊരു പ്രൈസിനാണ്. കാരണം ധോണിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ കളിക്കാരനാണ്. ധോണിയല്ല, ഗൈക്വാഡാണ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ആ ധോണിയുടെ എക്സ്പീരിയൻസ് അവിടെ അല്ല. ചെന്നൈ എന്ന് പറയുമ്പോ ധോണി എന്ന് പറയാണ്ടിരിക്കാൻ പറ്റൂല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. മുംബൈ എന്ന് പറയുമ്പോൾ അർജുൻ തെണ്ടുൽക്കർ എന്ന് പറയണം. അല്ല, മുംബൈ എന്ന് പറയുമ്പോ ഇപ്പൊ ക്യാപ്റ്റൻ നമ്മൾ ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും നമ്മൾ രോഹിത് ശർമ്മ എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്, ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെയാണ് ചെന്നൈക്ക് ധോണി ക്യാപ്റ്റൻ. ഓൺ പേപ്പർ നമുക്കിപ്പോ ഗൈക്വാദ് പറയാം, പക്ഷെ ഗൈക്വാദിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ നിൽക്കുന്നത് ക്യാപ്റ്റനാക്കി എടുത്തത് ആക്ച്വലി ധോണിയാണ്. ഇപ്പൊ രോഹിത് ശർമ്മനെ റിക്കി പോണ്ടിങ് ക്യാപ്റ്റനാക്കി എടുത്തതുപോലെ എന്തേ അത് പറയുമ്പോ എന്ത് അത് പറയുമ്പോ പറ്റൂല. വേറെ യൂണിവേഴ്സ്. എനിക്കിതിൽ എന്താ തോന്നുന്നത് ആക്ച്വലി ധോണി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് കരിയർ ആണ്. ഇപ്പൊ ധോണി ഇറങ്ങുന്നതിന് മുമ്പ് ശരിക്കും അവിടെ ഒരു ബേസ്, അവിടെ ഒരു ക്യാപ്റ്റൻ വേണം അല്ലേ? അപ്പൊ ഞാൻ ധോണി ഈ വർഷം ഇറങ്ങാണ്, അപ്പൊ പിടിച്ച് ഒരാളെ ക്യാപ്റ്റൻ ആക്കുന്നതിനേക്കാളും നല്ലത് ഒരു 4-4 വർഷം ഒരാളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് ഒന്നും കൂടി മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങിപ്പോ രണ്ടുപേരും പറഞ്ഞില്ലേ ഇതേ സെയിം സംഭവം വർഷങ്ങൾക്ക് മുമ്പ് റിക്കി പോണ്ടിങ് ചെയ്താണ്. റിക്കി പോണ്ടിങ് മുംബൈയുടെ ക്യാപ്റ്റനായിട്ട് ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ തന്നെ ക്യാപ്റ്റൻസിന്ന് മാറി രോഹിത് ശർമ്മേനെ ക്യാപ്റ്റനാക്കി പുള്ളിക്കാരൻ തന്നെ സജസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ മോൾഡ് ചെയ്തെടുത്ത് ട്രോഫി എടുത്ത് മുംബൈയിൽ നിന്ന് മുംബൈ ആക്കി മാറ്റിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചേക്കണ പോണ്ടിങ് ആണ്. നീ പറഞ്ഞു ഞങ്ങാരും ധിക്കരിക്കണമെന്നില്ല. ചെന്നൈ ഫാൻസ് ആരാ ധോണിനെ ഇഷ്ടമല്ലാത്ത ആരാ ചെന്നൈ ഫാൻസ് ഉള്ള ഒന്ന് പറയൂ. അതിലൊന്നും വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇപ്പൊ ടീമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാല് ടീം ഞങ്ങളുടെ സ്റ്റേബിൾ ആണ് എന്ന് വെച്ചാൽ ഓവർ എക്സ്പെക്ടേഷനും ഓവർ സ്പെൻഡിങ് ആയിട്ടുള്ള ഒരു കളിക്കാരും ഇല്ല. ഏകദേശം നമ്മുടെ ഒരു മിഡ് ലെവൽ ആ ലെവൽ കളിക്കാരെടുത്ത് മോൾഡ് ചെയ്ത് കളിപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ടീം പോയേക്കണം. എന്തുകൊണ്ടും ഈ ഓപ്ഷനിൽ സംതൃപ്തനാണ്. പ്ലസ് മൈനസും പറയാനാണെങ്കിൽ ഏത് സൈഡാണ് നിനക്ക് ഒരു പോസിറ്റീവ് സൈഡായിട്ട് നോക്കണം, അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് ഏത് സൈഡാണ് കാണുന്നത്? പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ സ്പിൻ ഫ്രണ്ട്ലി പിച്ചിലായിരിക്കുമല്ലോ. ചെപ്പോക്ക് എന്തായാലും സ്പിൻ ഫ്രണ്ട്ലി പിച്ചാണ്. അതുകൊണ്ട് അതിൽ എന്തായാലും 3 സ്പിന്നർ എടുത്തിട്ടുണ്ട്. നൂർ അശ്വിൻ. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ബാറ്റിംഗ് ഒക്കെ ഏകദേശം എല്ലാ കൊല്ലം പോലെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര പവർ ഹീറ്റർ ആയിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളും ഒന്നുമില്ല. ഏകദേശം ഈ ചെന്നൈക്ക് പറ്റിയ ടീം തന്നെ. അപ്പൊ ഈ കോൺവേ, ഋതുരാജ് ഓപ്പണിങ് ചെയ്യും, സച്ചിൻ രവീന്ദ്ര വരും, ശിവൻ ദൂബെ വരും, അതായത് ധോണി, ജഡേജ അങ്ങനെയുള്ള കളിക്കാർ. പിന്നെ ഏറ്റവും നല്ലൊരു സൈനിങ് നടത്തിയേക്കണ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ത്രിപാഠി അവിടെ മിഡിൽ ഓർഡറിൽ വരുന്നത് എന്തായാലും ചെന്നൈക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യൻ കളിക്കാരനാണ്, അത്യാവശ്യം നല്ല അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻ ആണ്. നീ ഇപ്പോ സ്പിന്നേഴ്സ് പറഞ്ഞ ബാറ്റ്സ്മാൻമാര് പറഞ്ഞു എല്ലാ കൊല്ലവും ഒരു എന്താ പറയാ ദീപക് ചഹാറ, മോഹിത് ശർമ്മ അങ്ങനത്തെ ഒരു നമ്മൾ ഇപ്രാവശ്യം ഖലീൽ അഹമ്മദിനെ എടുത്തിട്ടുണ്ട്. യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? ധോണിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും പിന്നെയും ധോണിക്ക് പാടില്ല. അല്ലടാ, കാരണം ഇതൊക്കെ യങ്സ്റ്റേഴ്സ് ആണ്. യങ്സ്റ്റേഴ്സിന് നല്ല രീതിയിൽ പറഞ്ഞൊരു റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന കളിക്കാരനാണ്. പിന്നെ ഓസ്ട്രേലിയൻ പേസർ നേത്തൻ എലീസ് എടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അതൊരു നല്ല ബൈയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്ര ഓവർ സ്പെൻഡ് ഒന്നും ചെയ്തിട്ടില്ല, നല്ല കളിക്കാരനാണ്. സജസ്റ്റഡ് പ്ലേയിങ് 11 ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ ഋതുരാജ്, കോൺവേ, രവീന്ദ്ര, ത്രിപാഠി, ദൂബെ, ധോണി, ജഡേജ, അശ്വിൻ, നൂർ അഹമ്മദ്, ഖലീല്, നേത്തൻ എലീസ് അങ്ങനെ ഓക്കെ. ഇതാണ് എന്റെ കേട്ടാ. അതിപ്പോ തുടങ്ങിയിട്ടില്ല. ആസ് എ ചെന്നൈ ഫാൻ നീ ഓപ്ഷൻ എത്ര റേറ്റിംഗ് കൊടുക്കും ഔട്ട് ഓഫ് 10? ഔട്ട് ഓഫ് 10 നമ്മുടെ ബേസിക് ആണ് 8 എന്ന് വെച്ചാൽ ഓക്കെ ഗുഡ്. 8 എന്ന് പറഞ്ഞാൽ ഗുഡ് അല്ല, ഗുഡ് ആണ്. അതന്നെ, കാരണം നമ്മളിങ്ങനെ പോവാറുള്ളൂ ഓപ്ഷനിൽ, അതേ അവര് ചെയ്തോട്ടുള്ളൂ. അല്ലാണ്ട് പിന്നെ ഗുജറാത്തിൽ മാറി നമുക്ക് ചെന്നൈന്ന് മാറിപ്പോയി. ചെന്നൈന്ന് മാറി പുതിയ ചാമ്പ്യന്മാരെന്ന് പറഞ്ഞാൽ 12 സീസൺ എന്തോ ആയിട്ടുള്ളൂ. അതിനകത്ത് 2 ട്രോഫി അടിച്ചു. മോന്റെ സ്വന്തം മൈ മിസ്റ്റേക്ക് 3 സീസൺ. മോൻ പറ. ഞാൻ പിന്നെ എല്ലാ സീസണിലും ചാടി കളിക്കുന്ന ആളാണ്. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് രാജസ്ഥാനായിരുന്നു. അതിനെന്തോ പറയല്ലോ അല്ലേ? അല്ല, അത് ബട്ട്ലർ എവിടെയാണോ അവിടെയാണ്. അത്ര എന്താ പറയാ, മറ്റേ ഹിസ്റ്ററി ഉള്ള ക്ലബ്ബുകൾ കഴിയണമെന്ന് ആകെ 10-12 കൊല്ലമായിട്ടുള്ളൂ. നമ്മൾ പ്ലെയറിനൊക്കെ കളിക്കുന്നതാ. ഇത്ര രാജസ്ഥാൻ അവർക്ക് ഗുജറാത്ത് ആയിട്ടുണ്ട്. നല്ല അത്യാവശ്യം സെറ്റ് ടീമാണ്. നമ്മൾ കഴിഞ്ഞാണോ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഓപ്ഷനിൽ റേറ്റ് ബട്ട്ലർ ആയിരുന്നു പറഞ്ഞ ഓവർസീസ് പ്ലെയർ ബട്ട്ലർ തന്നെയാണ്. ബട്ട്
എൻ്റെ ടീമിൽ ഗുജറാത്തിലെ ഏറ്റവും ടോപ്പ് പോയിരിക്കുന്നത് ബട്ട്ലർ തന്നെയാണ്. പിന്നെ എടുത്തേക്കുന്നത് സിറാജിനെ എടുത്തിട്ടുണ്ട്, റബാഡ, പിന്നെ ഗ്ലെൻ ഫിലിപ്പ്, ബോളർ പിന്നെ ഉണ്ടല്ലോ കോട്ട്സ്, കഗീസോ റബാഡ, സുന്ദർ, വാഷിംഗ്ടൺ സുന്ദർ, ഷാറുഖ് ഖാൻ റിട്ടേൺ ചെയ്തല്ലായിരുന്നു. അത്യാവശ്യം നോക്കിയിട്ട് നല്ലൊരു ടീം തന്നെയാണ്. നോക്കിയിട്ട് ബാലൻസ്ഡ് സ്കോഡാണ്. പറഞ്ഞോട്ട് ഈ സീസണിൽ ഗില്ലിന്റെയും ബട്ട്ലറിന്റെയും പുതിയൊരു ഓപ്പണിംഗ് കാണാൻ. ഞാൻ ഇന്നലെ ഈ പറഞ്ഞതുപോലെ മറ്റേ IPL പോഡ്കാസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ അത് കണ്ടപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബട്ട്ലർ ക്യാപ്റ്റനാണ്. അപ്പോ ഗില്ല് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓൾറെഡി ഗുജറാത്തിന്റെ ക്യാപ്റ്റനാണെന്ന് അവർ അനൗൺസും ചെയ്ത്. ബട്ട്ലറിനപ്പോൾ ഒരാൾ വരുമ്പോൾ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗില്ലിനേക്കാളും പ്രയോറിറ്റി ബട്ട്ലറിനോട് അത് ഗില്ലിനെ വെച്ചിട്ടാണ് ഗുജറാത്ത് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ നോക്കണേന്ന്. ബട്ട്ലർ എത്ര സീസൺ കളിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഗില്ല് റാഷിദ് ഖാനേലും പൈസ കുറച്ച് മേടിക്കാനുള്ള മെയിൻ കാരണം ആ ക്യാപ്റ്റൻസി ഉള്ളതുകൊണ്ടാണെന്നാണ് എനിക്ക് റിട്ടേൺ ചെയ്യുമ്പോ അവർ വേണേ പറയാലോ. ഇംഗ്ലണ്ടിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സീസൺ പകുതിക്ക് ഇട്ട് പോണ പ്ലേയേഴ്സ്. ബട്ട്ലർ കഴിഞ്ഞ പ്രാവശ്യം പോയി. അപ്പൊ എന്തുകൊണ്ട് എന്തിന് ക്യാപ്റ്റൻസി കൊടുക്കാൻ ചാൻസ് ഇല്ല. വളരെ കുറവാണ്. ഇല്ല അത് ഞാൻ അംഗീകരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം ഇംഗ്ലീഷ് പ്ലേയേഴ്സിന് ഭയങ്കര ഡിമാൻഡും കുറവായിരുന്നു. അല്ല, അങ്ങനത്തെ ഒരു മെയിൻ പ്രോബ്ലം എല്ലാ വർഷവും ഇംഗ്ലീഷ് പ്ലേയേഴ്സിന് തന്നെയാണ്. എല്ലാ പ്രാവശ്യം ഉണ്ട്. ബെൻ സ്റ്റോക്സ് ഇല്ല. സ്മിത്തിന് എടുത്തില്ല, ആരും എടുത്തില്ല. കാരണം സ്മിത്ത് IPL ഒരു പ്ലെയർ ഇല്ല. അല്ല അത് നമുക്ക് പറയാം. ഇതിപ്പോ നീ ടീം ഗുജറാത്തിനെ കുറിച്ച് റിട്ടേൺ ചെയ്തതില് ശുഭ്മൻ ഗില്ല്, റാഷിദ് ഖാൻ, തിവാത്തിയ, ഷാറൂഖ് ഖാൻ, പിന്നെ അഞ്ചാമത് സായി സുധർ. ഷാറൂഖ് ഖാൻ എനിക്ക് താല്പര്യം ഇല്ല. ചെറിയൊരു വേർഷനാണ് റാഷിദ് ഖാൻ. ബോളിംഗ് ചെയ്യും, അത്യാവശ്യം ബാറ്റിംഗ് ചെയ്യുന്ന പ്ലെയർ ആണ്. ഈ പറഞ്ഞ തൊട്ട് ഞാനും ഔട്ട് ഓഫ് 10 കൊടുക്കുകയാണെങ്കിൽ 7.58. ടീം അത്യാവശ്യം ഓക്കെയാണ്. ഷമി പോയി, സിറാജ് വന്നു. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? സിറാജ് ഇപ്പൊ ടോപ്പ് നിൽക്കുന്ന പ്ലെയർ ആണ്. പിന്നെ ആദ്യമായിട്ടാണ് മറ്റേ കോഹ്ലി വേഴ്സസ് സിറാജ് വരാൻ പോണത്. അത്ര ബോണ്ടുള്ള സിറാജിന് ഇമോഷണൽ ആയിട്ട് എറിയാൻ പറ്റിയ ഇപ്രാവശ്യം. ഞാൻ പറയട്ടെ, സിറാജ് ടോപ്പായിട്ട് നിക്കണെന്ന് പറഞ്ഞു. സിറാജ് ആസ് എൻ IPL പ്ലെയർ എങ്ങനെ കാണുന്നു? കഴിഞ്ഞ സീസണിലെ സിറാജിനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏറ്റവും ചെറിയ ഗ്രൗണ്ടാണ് IPL. ഏറ്റവും ചെറിയ ഗ്രൗണ്ട് ആയിരിക്കും 99% ചിന്നസ്വാമിയില്. അവിടെ അവൻ എന്തായാലും ആ ഫാൻസിന് ഒരു വികാരം ഉണ്ടാക്കി കളിക്കുക. കോഹ്ലിക്ക് ശേഷം ഏറ്റവും കൂടുതൽ വികാരം ഉണ്ടാക്കി കളിക്കാനുള്ള സിറാജാണ്. പക്ഷേ ബാംഗ്ലൂര് 12 കോടിക്കൊക്കെ എടുത്തു കൊടുക്കേണ്ട കളിക്കാരനായിരുന്നില്ല. തിരിച്ച് അവർക്ക് RTM ഉപയോഗിച്ച് തിരിച്ച് വിളിക്കായിരുന്നു. നല്ല പ്രസിദ്ധ് കൃഷ്ണ നിങ്ങളുടെ ഫാസ്റ്റ് ബോളറിൽ ആഡ് ചെയ്യുന്നുണ്ട്. സിറാജ് ഇന്ത്യൻ ബോളറാണ്. സിറാജിന് ആക്ച്വലി ഗുജറാത്ത് പിച്ച് എന്തായിരിക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും? അടിപൊളിയായിട്ടുണ്ടാവും. കാരണം ആശിഷ് നെഹ്റ അവിടെ ഉണ്ടല്ലോ. ഇഷാന്ത് ശർമ്മനെ പറഞ്ഞില്ല. ഇഷാന്ത് ശർമ്മ സ്കോഡിലുണ്ടാവും. ജസ്റ്റ് മിഡിൽ കളിക്കും. എന്നാ ഫുള്ള് കളിക്കുമെന്ന് അറിയില്ല. എന്നാലും മാറ്റി മാറ്റി ഇറക്കും. സബിന്റെ ഓപ്ഷനും ഇമ്പാക്ട് പ്ലെയർ ആയിട്ടൊന്നും ഇഷാന്ത് ശർമ്മനെ ഇറക്കാലോ. ഒരു ബാറ്റ്സ്മാനെ 7.5. നീ ഹാപ്പി അല്ലേ നിന്റെ ടീമിനെ പറ്റി? ഓക്കെ. നിന്റെ ടീമിന്റെ പ്ലസ് മൈനസ് ആയിട്ട് നീ എന്താ കാണണം? പ്ലസ് നേരത്തെ പറഞ്ഞ അത്യാവശ്യം ഗുഡ് സ്കോഡ് തന്നെയാണ്. ബാലൻസ്ഡ് ആണ്. പിന്നെ ഈ ഓൾറൗണ്ടേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളൂ. റഷീദ് ഖാൻ ഈസ് ഗുഡ്. പിന്നെ ഷാറൂഖ് ഖാൻ, തെവാത്തിയ പറഞ്ഞു. എനിക്ക് രണ്ടുപേര് എന്റെ കൺസേൺ എവിടെയാന്ന് വെച്ചാല് സ്പിന്നിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. റാഷിദ് ഖാന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്. പേര് പറയാണെങ്കിൽ ജയന്ത് യാദവ് സ്പിന്നറാണ്. സായി കിഷോർ സ്പിന്നറാണ്. അവർക്ക് ഒരു ഇതില്ലാന്ന് തോന്നുന്നുണ്ട്. സ്പിന്നിലെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് അത്ര സ്ട്രെങ്ത് ഇല്ല. റാഷിദ് ഖാൻ അടി കൊണ്ടു കഴിഞ്ഞാൽ വേറൊരുത്തരും വന്ന് പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു കളിക്കാരനില്ല. ഇനി പറഞ്ഞ പോലെ പ്രതീക്ഷ വെക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് ആക്ച്വലി വാഷിംഗ്ടൺ സുന്ദർ. ഇപ്പത്തെ ഒരു പെർഫോമൻസ് ലെവലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ. പക്ഷേ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഗുജറാത്തിന് മിഡിൽ ഓർഡർ അത്ര സ്ട്രെങ്ത് ഇല്ലല്ലോ ബാറ്റിംഗ്. സായി കിഷോർ നല്ല പ്ലെയർ അല്ലേ? പക്ഷെ ഒരു ഇമ്പാക്ട് ഉള്ള ഒരു നല്ല ഫിനിഷർ ഉണ്ടോ?
നല്ലൊരു ഫിനിഷർ ഗുജറാത്തിനുണ്ടോ? ഫിനിഷറായിട്ട് ആളില്ലേ? ഇല്ല. ഗ്ലെൻ ഫിലിപ്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നു അവിടെ വരാൻ. ഫിലിപ്സ് ആയിരിക്കും മിക്കവാറും ഡൗൺ ഇറങ്ങാ. അതെ അതെ, ഇവൻ പറഞ്ഞ ശരിയാണ്. ഷാറൂഖ് ഖാൻ ഒരു ഫിനിഷറായിട്ടാണ് കളിക്കാറ്. ഈ പറഞ്ഞോട്ട് നല്ല ഈ ഓൾറൗണ്ട് എന്ന് പറഞ്ഞ തെവാത്തിയും ഷാറൂഖ് ഖാനൊക്കെയാണ് ഈ 3 പേര് നല്ല ഔട്ട് ചെയ്യുമ്പോൾ ഇറങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ചെന്നൈയായിട്ട് നമുക്ക് കമ്പയർ ചെയ്തേ മില്ലറിന്റെ ഒരു അപാകത അവിടെ നല്ല രീതിയിൽ കാണിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. മില്ലർക്ക് ഒരു ഇതായിട്ട് നിങ്ങൾ ആളെ കിട്ടിയിട്ട് അതിന് പറ്റിയ ആളില്ല. ഇപ്പൊ ഗ്ലെൻ ഫിലിപ്സ് അത് എത്രത്തോളം കാണിക്കുന്നുള്ളത് എനിക്ക് കണ്ടറിയേണ്ടി വരും. കാരണം ഇപ്പോ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞ പ്ലെയർ നല്ല പ്ലേയിങ് ലെവലിൽ വരാൻ ചാൻസ് ഉള്ള ആളല്ലേ ആയിരിക്കും. പറഞ്ഞ പോലെ ഇപ്പോ ഗുജറാത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ ഗില്ലിന്റെയും ബട്ട്ലറിന്റെയും വിക്കറ്റ് പോയി കഴിഞ്ഞാൽ സുദർശനുണ്ട്. കറക്റ്റ് നമ്പർ 1, കറക്റ്റ് നല്ല കളിക്കാരനാണ്. കറക്റ്റ് 1 ഡൗൺ ബാറ്റ്സ്മാൻ ആണ്. അല്ല അപ്പൊ ബട്ട്ലർ ഓപ്പണിംഗ് ഇറങ്ങുന്നാണ് പറയുന്നത്. എല്ലാവരും ഓപ്പണിംഗ് ഇറങ്ങുന്നത്. അല്ല ബട്ട്ലർ പിംഗ്ലണ്ടിന് 1 ഡൗൺ ആണ്. പക്ഷെ എന്തായാലും ബട്ട്ലർ ഓപ്പണിംഗ് ഇറക്കാനാണ് സാധ്യത ഉള്ളൂ. ഓക്കെ, ടീം എങ്ങനെ ഫോം ചെയ്ത് വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടീമിലോട്ട് പോകാലോ. പഞ്ചാബ് വേണോ മുംബൈ വേണോ? നീ നിന്റെ ഇഷ്ടത്തിന് പറയണ മോനെ. പഞ്ചാബ് പറഞ്ഞോ? എന്താ പഞ്ചാബ് പറയാ? ഓബിയസ്ലി പ്രൊജക്ട് പന്തർ പോണ്ടിങ്ങിന്റെ കീഴില് ഞങ്ങൾ നല്ല രീതിയിലുള്ള സയൻസ് നടത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. IPL എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 5 ടോപ്പ് 3 ഈ ഓപ്ഷനിലെ സയൻസും പഞ്ചാബിലോട്ട് തന്നെയാണ്. ശ്രേയസ് അയ്യർ 26, അർഷദീപ്, ചഹൽ, 3 ഇന്ത്യൻ പ്ലെയേഴ്സ്. 3 ഈ പറഞ്ഞ പോലെ ഒരാൾ കീപ്പർ ക്യാപ്റ്റൻ അല്ല ബാറ്റർ ക്യാപ്റ്റൻ, ഒരാൾ IPL ഏറ്റവും ലീഡിങ് വിക്കറ്റ് ടേക്കർ. പിന്നെ അർഷദീപ് സിംഗ് ആണെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ബോളേഴ്സ്. IPL കഴിഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 3 മെയിൻ സംഭവം അവിടെ കവറപ്പായി ഫസ്റ്റ് വിഡി തന്നെ. ആൾക്കാർക്കുണ്ടായ ഒരു ടെൻഷനും ആ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഓവർ സ്പെൻഡ് ചെയ്തോന്നൊരു ചിന്തയുണ്ടായി. കാരണം 18, 36 കൂടെ 26 കൂടി കഴിഞ്ഞപ്പോൾ ഓൾറെഡി പഞ്ചാബിന്റെ 110 ബാങ്ക് ബാലൻസ് നേരെ പകുതിയായി പോയി. അപ്പോൾ ആൾക്കാർ ഇവരെന്താണ് കാണിക്കണത്, ഉള്ള കാശ് വെറുതെ കൊണ്ട് കളയാനാണെന്നുള്ള പേടിയുണ്ട്. പക്ഷേ അതിനുശേഷം ഓരോ സൈനിങ്സും ക്ലീനായിട്ട് ഈ പറഞ്ഞതുപോലെ ആരൊക്കെ സൈൻ ചെയ്യണോ അവർക്ക് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായി. ഫോറിൻ പ്ലേയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മാർക്കസ് സ്റ്റോയിനിസ് 11 crore സത്യം പറഞ്ഞാൽ 11 crore കിട്ടുന്നൊക്കെ സ്റ്റീലാണെന്നേ പറയുള്ളൂ. അതിലും മുകളിലുള്ള പ്ലെയർ ആണ്, ഒരു പക്ക ഓൾറൗണ്ടർ. പിന്നെ മാക്സ്വെലിന് ഈ പറഞ്ഞതുപോലെ 4.20 കിട്ടി. മാക്സ്വെൽ കുറച്ച് അണ്ടർ മാക്സ്വെലിനെ പോലത്തെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള കളിക്കാരനൊരു 4 കോടി എന്ന് പറഞ്ഞാല് അതാണ് നമ്മള് അത്രയും ലെവലിൽ എക്സ്പെക്ട്. പക്ഷേ ഇതെനിക്ക് തോന്നണേ ഇതേപോലത്തെ ഒരു മണ്ടത്തരം ഈ കൊൽക്കത്ത കാണിച്ചായിരുന്നു. ഒരു സീസൺ ഗെയില് കളിച്ചില്ല, അടുത്ത സീസൺ ഇവര് ഓപ്ഷനിൽ അല്ല അതാണ്. അപ്പോ മാക്സ്വെൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കൊല്ലം RCBക്ക് വേണ്ടി കളിച്ചില്ല, പക്ഷെ അതിന് പഞ്ചാബി കളിക്കുമ്പോൾ മാക്സ്വെൽ കളിക്കുമായിരുന്നു. മൊഹാലിത്ത ഗ്രൗണ്ട് മാക്സ്വെലിന് കുറച്ചും കൂടി സൂട്ടബിളാണ്. പിന്നെ എല്ലാത്തിലുപരി കോച്ച് പോണ്ടിങ് ആണ്. പോണ്ടിങ്ങിന്റെ കീഴിൽ മാക്സ്വെൽ കളിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ അതിനുശേഷമുള്ള ഈ പറഞ്ഞ പോലെ എന്തായാലും 4.20 മാക്സ്വെൽ സ്റ്റീലാണെന്ന് ഉറപ്പാണ്. കാരണം അത് തെളിയിക്കുകയും ചെയ്യും മാക്സ്വെൽ ഉറപ്പായിട്ടുള്ള കേസ്. പിന്നെ എടുത്തു കഴിഞ്ഞാൽ മാർക്യാൻസ് സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ, അതും നല്ലൊരു ഓപ്ഷനാണ്. ഒരു നല്ല കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ഇപ്പോൾ സ്റ്റോയിനിസിന് എന്താ പറയുക ഒരു പേസിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അർഷദീപിനും സ്റ്റോയിനിസിനും ഒന്നും കൂടി ഒരു ബാക്കപ്പ് കൊടുക്കാൻ മാർക്കിൻസിന് പറ്റും. ഒന്നും കൂടി ആയിട്ട് മിഡിൽ ഓർഡറിലാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു കമ്മിൻസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ മാർക്കിൻസിന്? നല്ല ബാറ്റ്സ്മാൻ ആണ്. കാരണം അതില്ല ജസ്റ്റ് അപ്പോൾ ഓൾറൗണ്ടർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പഞ്ചാബ് എടുത്തേക്കുന്ന 3 ഓൾറൗണ്ടേഴ്സും എന്താ പറയാ ബാലൻസ്ഡ് ഓൾറൗണ്ടേഴ്സ് ആണ്. മാക്സ്വെൽ ആണെങ്കിൽ സ്പിന്നറാണ്. നമ്മുടെ ചെറിയ കളിക്കാരൊന്നും വരട്ടേടാ. പിന്നെ ഈ പറഞ്ഞ പോലെ ലോക്കി ഫെർഗുസൺ, അത് സ്റ്റാർട്ടിങ്ങിലുള്ള ഉണ്ടാവോ ഇല്ല എന്നുള്ളത് കണ്ടറിയണം, അത് വേറെ കേസ്. പക്ഷെ നല്ലൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലത്ത് ഈ പറഞ്ഞ പോലെ പേര് മാറ്റി എടുത്തൊരു കളിക്കാരനുണ്ട് ശശാങ്ക് സിംഗ്, പുള്ളിക്കാരനെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരനും ഉണ്ടാവും. പിന്നെ വേറൊരു വെടിക്കട്ട് ഓപ്പണറിനെ എടുത്തിട്ടുണ്ട് ജോൺ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയയുടെ. അപ്പോ പോണ്ടിങ്ങിന് അവിടെ സ്വാഭാവികമായിട്ട് ഒരു ഓസ്ട്രേലിയൻ കണക്ഷൻ. 8 ഓവർസീസ് പ്ലേയേഴ്സിന് എടുത്തിട്ടുണ്ട്, 4 പേരെ കളിപ്പിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ കളിപ്പിക്കും? മാക്സ്വെൽ, സ്റ്റോയിനിസ്, യാൻസൺ, ജോൺ ഇംഗ്ലീഷ് ഉറപ്പായിട്ട് ഞാൻ പറയാം ഇവരായിരിക്കും. 3 ബാറ്റ്സ്മാൻമാരാ ആക്ച്വലി 4 ബാറ്റ്സ്മാൻമാരായിട്ട് വേണമെങ്കിൽ പറയാം.
അതിന്റെ അത് 3 പേര് ഓൾറൗണ്ടേഴ്സ് ആണ്. ഓൾറൗണ്ടേഴ്സ് ആണ്. പക്ഷെ സ്റ്റോയിനസും മാക്സ്വെല്ലും യാൻസിനും 4 ഓവർ എറിയാൻ പറ്റുമായിരിക്കും. സ്റ്റോയിനിസ് എന്തായാലും 2-3 എറിയും, കാരണം എല്ലാ കൊല്ലം എറിയണതാണ്. മാക്സ്വെലിന്റെ കേസ് ജസ്റ്റ് ബാക്കപ്പ് ആയിട്ട് വെച്ചാൽ മതി. ജോൺ ഇംഗ്ലീഷ് ഉണ്ടാവും അറിയാൻ, കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് ഓപ്പണിംഗ് ഇറങ്ങാൻ ഒരു എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ വേറെ ഇല്ല. എന്നിന്റെ അഭിപ്രായത്തിൽ വേറെ ഉണ്ടോ? പഞ്ചാബിന് വേറെ ഒരു എക്സ്പ്ലോസീവ് ഇതുണ്ടല്ലോ, മെയിൻ സിമ്രൻ സിംഗ് അവനെ റീറ്റെയിൻ ചെയ്ത് കളിക്കാരൻ അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്, ഇമ്പാക്ട് ആയിട്ട് വന്ന ഫോണാണ്. അപ്പൊ അവൻ അവിടെ ഉണ്ടാവും ഓപ്പണിംഗ്. അതല്ലാണ്ട് വേറെ ഓവർസീസ് പ്ലെയർ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും, ഇംഗ്ലീഷ് തന്നെ ആയിരിക്കുമല്ലേ? കാരണം എനിക്ക് തോന്നുന്നുള്ള ഇപ്പൊ നോർട്ടൻ ഈ പറഞ്ഞതുപോലെ നോർട്ടൻ അല്ലല്ലോ, എടാ മറ്റേ ന്യൂസിലാൻഡ് ബോളറിന്റെ പേര് എന്തായിരുന്നു? ലോക്കി ഫെർഗസൺ ഈ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിലുള്ള അത്ര ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അർഷദീപിന് നമ്മള് ബോളിങ്ങിന് ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ട് നമ്മൾ ഒന്ന് യാൻസിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റേ ബാർബർ സിംഗ് ബ്രാബർ അത് തന്നെ അതാ സ്പിന്നറാണോ? സ്പിന്നറാണ് ഹർപ്രീത്. ഹർപ്രീത് ബ്രാർ സ്പിന്നറാണ്. അവന്റെ പേര് ആണോ? ഓക്കെ, സോറി മൈ മിസ്റ്റേക്ക്. എന്താ ചെയ്യാ, ജീവിച്ചു പോട്ടെ. കള്ളക്കളി കളിക്കണം. അപ്പോ നീ പറയണെന്ന് പറഞ്ഞാ ഈ പറഞ്ഞ പോലെ പഞ്ചാബിനൊരു നല്ല എന്തിനാവട്ടെ, അതൊക്കെ ഇതിൽ എപ്പോഴും ഉള്ളതാ. പഞ്ചാബിനപ്പോ അർഷദീപിന് എന്താ പറയാ സപ്പോർട്ട് എടുക്കാൻ പറ്റിയ സ്പിന്നർ സ്പേസർ ഇല്ല എന്നാണ് നീ പറയണത്. എനിക്ക് തോന്നണില്ല. കാരണം ഇപ്പൊ കുൽദീപ് സെൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ ബോളർ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതല്ലാണ്ട് പിന്നെ ഒരു നമുക്ക് എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ അതാണ് ഇപ്പൊ പറഞ്ഞ അർഷദീപിന് സപ്പോർട്ട് കൊടുക്കാൻ ലോക്കി ഫെർഗൂസൺ വേണ്ടിവരും. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ശശാങ്കിനെ പോലെ ചിലര് ഹിറ്റ് ആവും, ഫ്ലോപ്പാണ് കൂടുതലും, പ്രത്യേകിച്ച് ബോളേഴ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ ഹിറ്റ് ആവുന്നവര് നെക്സ്റ്റ് ഇയറിലെ മെയിൻ ആള് അങ്ങനെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കണത്. പക്ഷേ അങ്ങനെ ഹിറ്റായ ഒരു ബോളറിനെ പറയാൻ കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ബോൾ ഇപ്പൊ ബാറ്റ്സ്മാരുടെ അടുത്ത് എനിക്ക് പറഞ്ഞ ശശാങ്ക്, നടരാജനൊക്കെ IPL ത്രൂ വന്നവരല്ലേ. നടരാജന്റെ ഇപ്പൊ റേറ്റ് കണ്ടോ? 10. അത് ലക്ഷത്തിൽ കിടന്നവരല്ലേ ഇപ്പൊ 10 കിടക്കുന്നത്. ഓവറോളിൽ പറഞ്ഞോ, എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ബോളറിന് അർഷദീപിന് സപ്പോർട്ട് കൊടുക്കാൻ ലോക്കി ഫെർഗൂസനും കുൽദീപ് സെന്നും. നീ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് ശ്രദ്ധിച്ച്, ബാറ്റിംഗ് ആണെങ്കിലും മിഡിൽ ഓർഡർ ആണെങ്കിലും അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്, സ്പിന്നർ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ അർഷദീപിനിപ്പോ ഞാൻ നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മാർക്കിൻസിനുണ്ട്, പിന്നെ സ്റ്റോയിനിസിനും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അർഷദീപും ഈ സിറാജിനെ പോലെ ഇടയ്ക്ക് ചെണ്ടയാവറില്ലേ. പക്ഷെ അർഷദീപ് നമ്മുടെ 18 കോടിയൊക്കെ കൊടുത്ത് അർഷദീപിനെ റിട്ടൈൻ ചെയ്തിട്ട് ഇവര് ഇപ്പം നമ്മള് ബുംറനും ട്രസ്റ്റ് ചെയ്യുന്ന അതൊക്കെ പോലെ നമുക്ക് ഒരു മെയിൻ ഒരു ഇത് കൊടുക്കാൻ നിങ്ങൾക്ക് അർഷദീപ് എന്തുകൊണ്ടും അർഹനാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം 2-3 കഴിഞ്ഞ കൊല്ലത്തെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ അവൻ മറ്റേ ഇതാണ്, കൺസിസ്റ്റന്റ് ആണ്, ടേക്കറാണ്, ഇംപ്രൂവിംഗ് ചെയ്യണ കളിക്കാരാണ്. 24 ഇയേഴ്സ് ഓഫ് ഏജ് മാത്രമേ ഉള്ളൂ. ഏജിനേലും കൂടുതൽ പക്വതയിൽ ബോളർ ചെയ്യണ ഒരുത്തനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വേൾഡ് കപ്പ് ഫൈനലിൽ നമ്മൾ ഈ ബുംറയും ഹാർദിക് പാണ്ഡ്യയൊക്കെ പറയും, അർഷദീപിന്റെ ഒരു മെയിൻ ഓവർ കളി മാറ്റിയ ഗതി മാറ്റിയ ഒരു കളിക്കാരനാണ്. അപ്പൊ ആ പ്രഷർ താങ്ങാൻ പറ്റുന്ന കളിക്കാരനാണ്. അപ്പൊ എന്തായാലും 18 കോടി കുഴപ്പമില്ല. എനിക്ക് ഈ പറഞ്ഞ ടീമിനേക്കാളും ഈ പറഞ്ഞ എല്ലാ കളിക്കാരെക്കാളും കൂടുതൽ പ്രതീക്ഷ എനിക്ക് എന്റെ കോച്ചിലാണ്. കോച്ച് എന്തെങ്കിലും മറിമായം കാണിക്കും, പിള്ളേരെ മോൾഡ് ചെയ്തെടുക്കും. കോച്ചിന് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പറ്റൂല. ഈ പറഞ്ഞ ഒരു ടീമിനെ വാർത്തെടുക്കാനുള്ള കഴിവ് റിക്കി പോണ്ടിങ്ങിന് നല്ല രീതിയിലുണ്ട്. പിന്നെ എല്ലാത്തിലുപരി പോണ്ടിങ്ങും പറയണ പിള്ളേരാണ് അതിന്റെ അകത്ത്. എതിർക്കണ ഒരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ആൾക്കാരില്ല. അതനുസരിച്ച് നല്ല ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. അല്ല, പോണ്ടിങ്ങും ശ്രേയസ് അയ്യറും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അത് പോണ്ടിങ് പറയുകയും ചെയ്തു. അത് ആ ഓപ്ഷനിൽ നമ്മൾ മനസ്സിലാവും. പോണ്ടിക്ക് വിട്ടുകൊടുക്കാൻ റെഡി അല്ല എന്നുള്ള രീതിയിലാണ്. ഇത് പോയല്ലോ എന്ന് പറഞ്ഞ ഓണർ നോക്കുമ്പോഴേ വിളിച്ചു ഒന്നുകൂടി വെച്ചു. കാരണം ശ്രേയസ് അയ്യറിനെ വേണമെന്നുള്ള ഒറ്റ ഇതിലാണ് വന്നത്. വേറെ ഒരു പ്ലെയറും അവരുടെ മൈൻഡിൽ ഉണ്ടായില്ല. വേറൊരു സംഭവം ഉണ്ട്, ചഹലും ശ്രേയസ് അയ്യറും ഒരേ ടീമിൽ കളിക്കണം. അത് വേണ്ട, അതൊക്കെ നമ്മൾ അത് പേഴ്സണൽ ആയിട്ട് ഓടണം. അതൊക്കെ നമ്മള് പറയേണ്ടാത്ത കാര്യങ്ങൾ, അതിന്റെ ആവശ്യമില്ല. അപ്പൊ നീ നിന്റെ ഓവറോൾ റേറ്റിംഗ് ഇവന് ഇതാണ് താല്പര്യം. അതെ 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 ഓവറോൾ ഞാൻ ഒരു 8.5 കൊടുക്കും. ഐ എം ഹാപ്പി. ഓക്കെ, ഫൈൻ. പിന്നെ അടുത്ത ടീം നമുക്ക് പോവാം അല്ലേ? ചെന്നൈയുടെ എതിരാളിയിലോട്ട് വരാം. യെസ്, ഞങ്ങളുടെ മെയിൻ കോമ്പറ്റീഷൻ. ഹാർദിക് പാണ്ഡ്യക്ക് പേട്ടി മുംബൈ. ഹാർദിക് പാണ്ഡ്യക്ക് മുംബൈ ആക്ച്വലി റിട്ടൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 5 റിട്ടൻഷനും പൊളിയാണ് അല്ലേ? നമ്മുടെ 5 റിട്ടൻഷനും ഇന്ത്യൻ ടീമിന്റെ മെയിൻ പ്ലേയേഴ്സ് ആണ്. അപ്പം ഫസ്റ്റ് തന്നെ രോഹിത് ശർമ്മ, പ്രൂവൻ പ്ലെയർ. അതിനെക്കുറിച്ച് ആരും ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. രോഹിത് ശർമ്മന്റെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് പിന്നീട് വരാം. ഫസ്റ്റ് ഞാൻ റിട്ടൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൂര്യകുമാർ
ഇപ്പം ഉള്ള നമ്മുടെ IPL ക്യാപ്റ്റൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഒറ്റടിക്ക് നിർത്താം. എല്ലാരും പ്രൂവണാണ്, റിട്ടേൺ ചെയ്ത് എല്ലാരും പ്രൂവണാണ്. നമുക്ക് ഓരോരുത്തരും എടുത്തു പറയാൻ പേര് പറയാൻ ഡിസർവിംഗ് ആയിട്ടുള്ളവരാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ബുംറ ഇങ്ങനെ എന്നിട്ട് ഈ ഓപ്ഷന് വന്നിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ ആക്ച്വലി അത് പറയാൻ ഋഷഭ് പന്തിന്റെ റെക്കോർഡ് പൊട്ടിക്കാൻ ഏതെങ്കിലും ഒരു പ്ലെയറിനെ കൊണ്ട് പറ്റുമെങ്കിൽ ബുംറയ്ക്ക് വേണമെങ്കിൽ 30-ന് പോവാം. സോ നമ്മുടെ റിട്ടൻഷൻ ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അടിപൊളി റിട്ടൻഷൻ എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുള്ള ബുംറക്കല്ലാണ്ട് ഇനി വേറെ ആർക്കും ഋഷഭ് പന്തിന്റെ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരു കാരണവശാലും മുംബൈ വിടൂല എന്നുള്ള കാര്യം. പക്ഷെ 18 കോടിക്ക് ഒരു അടി. അതാണ് ഇപ്പൊ അർഷദീപിന് 18, ബുംറക്കും 18. ഞാൻ പറയട്ടെ ബുംറ 18 കോടി എങ്ങനെ ഒത്തുന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി 18 കോടിന്റെ അപ്പുറമുള്ള മുതൽ ആക്ച്വലി ബുംറ ഉണ്ട്. അത് പറ്റേ നീ കണ്ടില്ല ഓപ്ഷനില് വിൽ ജാക്സനെ അങ്ങോട്ട് പോയണ്ടില്ലേ. അതെ, അപ്പം സൂര്യ, ഹർദിക്, ബുംറ, പിന്നെ ആരൊക്കെയായിരുന്നു, തിലക് വർമ്മ, രോഹിത് ശർമ്മ. ഈ 5 റിട്ടൻഷൻ നമുക്കൊരു കോർ ആക്ച്വലി ഉണ്ട്. പിന്നെ 5 ഓപ്പൺ ചെയ്യാനും അതിൽ തന്നെ ആളുണ്ട്. പിന്നെ ഓൾറൗണ്ടർ ഉണ്ട് ഒബ്വിയസ്ലി. പിന്നെ നമ്മുടെ മെയിൻ ബൗളർ ഉണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പിന്നെ വേണ്ടത് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഇൻ ബിറ്റ്വീൻ ഫിൽ ചെയ്യാനുള്ള ആൾക്കാരായിരുന്നു നമുക്ക് ആക്ച്വലി വേണ്ടത്. അത് പിന്നെ ഓപ്പൺ മേ ബി വിക്കറ്റ് കീപ്പർ ആണ് നമുക്ക്. ഇഷാൻ കിഷൻ പോയല്ലോ. സോ നമുക്ക് ആ പൊസിഷനിലേക്ക് ഒരു വിക്കറ്റ് കീപ്പർ ആക്ച്വലി വേണമായിരുന്നു. ഞാൻ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്തത് കുറച്ചും കൂടെ ഒരു ഹൈ നെയിമുള്ള ഒരു കീപ്പർ വരും എന്നായിരുന്നു. ബട്ട് വന്നില്ല. മਤലബ് റിയാൻ റിക്കിൾട്ടൺ വന്നിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ ഇപ്പത്തെ T20 വിക്കറ്റ് കീപ്പർ ആണ്. നല്ല ബാറ്റ്സ്മാൻ ആണ് ആക്ച്വലി. സൗത്ത് ആഫ്രിക്കൻ T20 ലീഗില് മുംബൈയുടെ തന്നെ സൗത്ത് ആഫ്രിക്കൻ ടീം ഉണ്ട്. അതിന്റെ അകത്ത് റിയാൻ റിക്കിൾട്ടൺ കളിക്കുന്നുണ്ട്. അതെ, ഇപ്പത്തെ സൗത്ത് ആഫ്രിക്കന്റെ നമ്മളിപ്പോ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക T20 നടന്നില്ലേ, അതിൽ റിയാൻ റിക്കിൾട്ടൺ ഓപ്പൺ ചെയ്തല്ലോ. നല്ല പ്ലെയർ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സെക്കൻഡ് ഓപ്ഷൻ വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നത് ഈ റോബിൻ മിൻസ് ആക്ച്വലി ഈ അൺക്യാപ്ഡ് ആണ്, ബിഹാരി പ്ലെയർ ആണ്. ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് ഇയാൾക്ക്. ഇയാളൊരു ട്രൈബാണ്. ഇന്ത്യൻ IPL ആദ്യമായിട്ടാണ് ട്രൈബൽ പ്ലെയർ, നമ്മൾ പറയുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ ആദിവാസി പ്ലെയർ കളിക്കുന്നത് ഈ റോബിൻ മിൻസ് ആണ്. അപ്പം ഇത് ആക്ച്വലി മേ ബി ഒരു എക്സ്പെരിമെന്റ് ആവാം. ഇത് എത്രത്തോളം സക്സസ്. ബിഹാരി പ്ലെയർ ബിഹാർ ലീഗിൽസിലൊക്കെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കുഞ്ഞു അൺക്യാപ്ഡ് പ്ലേയേഴ്സിനെ എല്ലാവരും ഈ രഞ്ജി അതേപോലെ സ്റ്റേറ്റ് ടീംസ് ഒക്കെ നോക്കിയെടുക്കുന്ന ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ റോബിൻ മിൻസ് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നല്ലൊരു ഇതാണ്. പിന്നെ ബോളിംഗ് എന്നാണെങ്കിൽ നമുക്ക് ചെന്നൈയിൽ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്, ദീപക് ചാഹൽ ഉണ്ട്. ചെന്നൈ ആക്ച്വലി റിട്ടൈൻ ചെയ്യുമെന്ന് വിചാരിച്ച ഒരു ചെന്നൈ പുത്രനാണ്. കിട്ടിയില്ല. ഞങ്ങൾ അംബാനിയുടെ കഴിവും പവറും വെച്ച് മാത്രമല്ല അർജുൻ സച്ചിനോടുള്ള സ്നേഹം കൊണ്ട് 2 കളി കളിപ്പിക്കും, അവിടെ തീരും. ഇല്ല, ബോളിംഗ് യൂണിറ്റ് നമുക്ക് ട്രെന്റ് ബോൾട്ട് ഉണ്ട്. ട്രെന്റ് ബോൾട്ട് ഞാൻ പറയട്ടെ, കാരണം പവർ പ്ലേയില് ട്രെന്റ് ബോൾട്ട് ഉണ്ട്. ട്രെന്റ് ബോൾട്ടിന് വേണ്ടി വേറെ പലരും ട്രൈ ചെയ്തിട്ടുണ്ട്, കിട്ടാത്തയാണ്. ട്രെന്റ് ബോൾട്ട് നല്ല പയ്യാണ്, മുംബൈയുടെ ഏറ്റവും നല്ല പയ്യ. മുംബൈനെ സപ്പോർട്ട് ചെയ്യാൻ മുംബൈനെ ട്രോൾ ചെയ്ത സാധനം വന്നായിരുന്നു. എന്താണ് എല്ലാത്തിനും ഫസ്റ്റ് ഓവർ ചെയ്യുന്ന ഹാർദിക് പാണ്ഡ്യ അല്ലേ, ബോൾട്ട് വന്നിട്ടുണ്ട്, ബൂംറ ഉണ്ട്. ഇവര് ദീപക് ചാർ എനിക്ക് ഓവർ പോകണല്ല. എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജിൽ ഇറക്കുള്ളൂ. 3 ഓപ്ഷൻ ഉണ്ടായിട്ടും 3 എടുക്കാണ്ട് ഫസ്റ്റ് ഓവർ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാണല്ലോ, ചെയ്യാലോ. അപ്പൊ ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രക്കും സ്ട്രൈക്ക് ആയിട്ടുള്ള ക്ലിനിക്കലി പ്രൂവൻ ആയിട്ടുള്ള ബോളേഴ്സ് ഉണ്ടായിട്ടും പാണ്ഡ്യ മിഡിൽ ഓവർ ചെയ്യാണ്ട് ആദ്യത്തെ ഓവർ എങ്ങാനും ചെയ്ത് കഴിഞ്ഞ തവണത്തോലെ മൂജിച്ച പിന്നെ ആ ഒരു ഹേറ്റഡ് പിന്നെയും ബാക്കി വരും. പറയാൻ പറ്റില്ല. മനുഷ്യരാണ് ഈ പറഞ്ഞതുപോലെ ഒരാളെ ആരാധിക്കാനും നിഷേധിക്കാനും ഒരു സെക്കൻഡ് ധോണിന്റെ കാര്യമല്ലേ നമുക്ക് ഞാൻ പറയട്ടെ, ബുംറനെ ബൂം ബൂം എന്ന് പറഞ്ഞിട്ട് അതേ ഓഡിയൻസ് അല്ലേ പിന്നെ കപ്പും കൊണ്ട് വന്നപ്പോ ബുംറയ്ക്ക് വേണ്ടി കൈയടിച്ച് അതേ മുംബൈ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് തിരിച്ചും സംഭവിക്കാലോ. കുറച്ചുകൂടെ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് ഹീറോ ആണ് നമ്മുടെ. ഇനിയും ഓക്കെ നിങ്ങൾ കൺട്രി വേറെയുള്ള മെജോറിറ്റി വ്യൂവേഴ്സ് ഇന്ത്യൻസ് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മലയാളം അറിയാവുന്നവരെന്തായാലും മലയാളികളായിരിക്കുമല്ലോ
ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് പക്ഷേ ഓസ്ട്രേലിയൻസിനെ സപ്പോർട്ട് ചെയ്യണ മലയാളികളുണ്ട്, ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യണ എന്റെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അപ്പുറത്തെ ക്ലാസ്സിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അവരുടെ എന്നും അടിയായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ആയിരിക്കും. അതെ, ഓസ്ട്രേലിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഓസ്ട്രേലിയൻ ടീമിനോ ഞാൻ പക്ഷെ പറയട്ടെ, അതിലൊരു എത്രത്തോളം എത്തിക്സ് ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മളിപ്പോ ആക്ച്വലി ഫുട്ബോൾ പല കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ തന്നെ ചെയ്യുന്ന എക്സ്കാസ്റ്റിൽ എല്ലാവരും പല പല ജേഴ്സി ഇട്ടല്ലേ ഇരിക്കുന്നത്. അത് ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം എത്രത്തോളം ഗ്രോൺ ആണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും പല പല ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പറഞ്ഞില്ലേ? പക്ഷെ ഞാൻ പറയട്ടെ, അതല്ല, ഒരു കേസ് പറയട്ടെ, നീ ഇപ്പൊ ഓസ്ട്രേലിയനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. അതിന്റെ ആളെ പറയണില്ല ഞാൻ, ദേശദ്രോഹിയാവും. ഞാൻ പറയട്ടെ, ഇപ്പം നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാല് അടിപൊളിയാണ്. ഇത്രയും പ്രൂവൺ ആണ്, നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് കപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് നമ്മൾ അപ്പുറത്ത് ഓസ്ട്രേലിയനെ പോയി സപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിയിലുള്ള എത്തിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്താണെന്ന് ആക്ച്വലി എനിക്ക് അറിയില്ല. പറയണേ പലരും പല കൺട്രി ആയിരുന്നോ? ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്റെ ബോളേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും മുംബൈന്റെ ഒരു ബോളിംഗ് യൂണിറ്റിനോട് ഒരു ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും ഒരു സ്പിന്നർ അവര് സൂപ്പർ ആയിട്ട് അല്ലാഖാൻ സഫർ എന്ന് പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ മിസ്റ്ററി സ്പിന്നർ എടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് വൈസ് ആണ്. അവൻ അഫ്ഗാൻ പ്ലെയർ ആണ്. ഇവര് അതിനൊരു സർപ്രൈസ് എലമെന്റ് ആണ്. പിന്നെ കുറെ പുതിയ പ്ലേയേഴ്സ് ഉണ്ട് ആക്ച്വലി. അതെ, സ്പിന്നറായിട്ട് ഓപ്ഷൻ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവൻ ഈ IPL പ്ലെയർ ആവാൻ ചാൻസ് മനസ്സിലാവണില്ല. പണ്ട് അജന്ത മെൻഡിസ് ഒക്കെ വന്ന പോലെയാണ്. ആ വന്ന സമയത്തെ സുനിൽ നരേൻ ഫസ്റ്റ് വന്നപ്പോ ആർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതേപോലത്തെ ഒരു പ്ലെയർ ആണ് ഇപ്പൊ ഇവൻ വന്നിരിക്കുന്നത്. ഈ നൂർ അഹമ്മദ് ഒക്കെ എല്ലാരും അഫ്ഗാൻ പ്ലേയേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ തന്നെ വരുന്നത്. പിന്നെ ഇപ്പൊ റാഷിദ് ഖാന്റെ ഒക്കെ റേറ്റ് ഉണ്ട്. മീൻസ് ഒക്കെ ഓരോ IPL വന്ന് വലുതായവർ തന്നെയാണ്. ആദ്യം ഇങ്ങനൊരു ഇതിൽ വന്നവരല്ല. പിന്നെ മുംബൈയുടെ ഒരു ഹിസ്റ്ററി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മുംബൈ എപ്പോഴും പുതിയ പ്ലേയേഴ്സിനെ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മുംബൈന്റെ ഈ IPL ഇതിൽ വന്നവരാണ് ഈ നിഹാൽ വധേര, അതുപോലെ ഇപ്പം ഒരു ആകാശ് മധുവാൾ, ഇപ്പം നല്ലൊരു റേറ്റിനെടുത്ത പ്ലെയർ. ഇവരൊക്കെ മുംബൈന്റെ ചെറിയ പഞ്ചാബിലോട്ട് മുംബൈ വളർത്തിക്കൊണ്ടുവന്ന പിള്ളേരാണ് ഇവരൊക്കെ. അപ്പൊ നമ്മുടെ ഒരു ഹിസ്റ്ററി, നമ്മുടെ പുരാണത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ബുംറ, ഞാൻ പറയട്ടെ, ബുംറ ഇനി വളരാനും ബാക്കിയുണ്ടോ? ലെജൻഡ് അല്ലേ പാണ്ഡ്യ, ബുംറ, KP, കൃണാൽ പാണ്ഡ്യനെയൊക്കെ കൊണ്ടുവന്നത് ഇവർ തന്നെയാണ്. ചെന്നൈയില് വിറ്റു. അത് രാഹുൽ സൺറൈസേഴ്സിൽ പോയി. ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ട്, 15 ഇന്ത്യൻ പ്ലേയേഴ്സ്. ഇനി മെയിൻ കേസ് പറഞ്ഞില്ല, അംബാനി പോയി കൈ കൊടുത്ത പ്ലെയർ വിൽ ജാക്സിനെ എന്തുകൊണ്ട് RCB ഇത്ര ചുളി വിട്ട് കളഞ്ഞു എന്ന് എനിക്കറിയില്ല. അതെല്ലാവർക്കും ഉള്ള $1 million ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയട്ടെ, ആണെങ്കിലും ഒരു IPL പ്ലെയർ ഉണ്ടണ. അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള പ്ലെയർ ആണ്. അതെ, RTM വെച്ചിട്ട് നിലനിർത്താൻ പറ്റുന്ന അല്ല. വേറൊരു കോൺസ്പിറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിം ഡേവിഡ് അങ്ങോട്ട്, വിൽ ജാക്സ് ഇങ്ങോട്ട്. അതായിരിക്കും ആ ഷെയ്ക്കൻഡിന്റെ പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ടിം ഡേവിനെ ഞാൻ പറയട്ടെ, വിൽ ജാക്സിനെ എടുത്തിട്ട് ടിം ഡേവിനെ കൊടുക്കുന്നത് മണ്ടത്തരല്ലേ? എനിക്ക് അങ്ങനെ ടിം ഡേവിഡിന്റെ കഴിഞ്ഞ പെർഫോമൻസിലൊക്കെ എനിക്ക് ഡേവിഡ് ഫിനിഷറാണ്. നിങ്ങൾക്ക് ഫിനിഷർ ലാക്കിംഗ് ആണ്. ഹാർദിക് പാണ്ഡ്യനെ തന്നെ പിടിച്ചിരിക്കേണ്ട ഒരു തോന്നുന്നുണ്ട്. പാണ്ഡ്യ എന്തുകൊണ്ട് നല്ല ഫിനിഷർ അല്ലേ? പാണ്ഡ്യ നല്ല മിഡിൽ ഓർഡർ അല്ലേ? പാണ്ഡ്യ ലാസ്റ്റ് 2-3 സീസൺ ആയിട്ട് നമ്പർ 4 അടിച്ചോണ്ടിരിക്കുന്നതായിരുന്നു. നമ്പർ 6 എവിടെ പോകും? നീ സമ്മതിക്കൂല. ഞാൻ സമ്മതിക്കൂല. അത് ഇപ്പൊ നമ്മളെല്ലാരും എടുത്തേക്കുന്ന ഒരു ഹോപ്പിലാണല്ലോ. ആര് കളി, ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ മെയിൻ പ്ലേയേഴ്സ് എല്ലാരും, രോഹിത് ശർമ്മ എത്ര പ്രാവശ്യം ഡെക്കായിരുന്നു. എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലില്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ബുംറ കളിക്കാത്ത സീസൺ ഉണ്ട്. ആ സമയത്ത് ബുംറയുടെ പൊസിഷൻ കവർ ചെയ്തൊരു പ്ലെയർ ഉണ്ട്, ആകാശ് മധുവാള്. ബുംറയുടെ അതേ പേസിൽ എറിഞ്ഞിട്ട് ആ മുംബൈനെ ഞാൻ പറയട്ടെ, കമ്പയർ ചെയ്യാൻ പറ്റൂല. പക്ഷെ ആ പൊസിഷൻ നിൽക്കാൻ ആളില്ല എന്ന് പറയാൻ പറ്റൂല. നമുക്ക് അത്യാവശ്യം ബാക്കപ്സ് ഉണ്ട് എന്നാണ് ഞാൻ ഒന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒത്തിരി ന്യൂ പ്ലേയേഴ്സ് ഉണ്ട്. ആകാശ് മധുവാൾ പോയി മാൻ, കഴിഞ്ഞ സീസൺ വരെ ഉണ്ടായിരുന്നു. ബുംറനെ സപ്പോർട്ട് ചെയ്യാൻ
എന്നാ കളി മാറും. ഞാൻ പറയട്ടെ കാരണം അങ്ങനെ കളിയാക്കാനൊന്നും പറ്റൂല. ഇപ്പോഴത്തെ ഒരു രഞ്ജിയില് 5 വിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ കാര്യമായി പോയി. വളരണേ ഉള്ളൂ. സമയം കൊടുക്കാം. സമയം കൊടുക്കണം. ഇപ്പത്തെ പ്ലേയിങ് ലെവലിൽ അതില്ല. ഇപ്പത്തെ പ്ലേയിങ് ലെവലിൽ പൊസിഷൻ ഉണ്ടോന്ന് വെച്ചാൽ അത് ഒട്ടുമില്ല. ഞാൻ പിന്നെ മറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കാം. 5-25 വിൽ ജാക്സിന് എന്തുകൊണ്ട് RTM യൂസ് ചെയ്തില്ല? RCB കേസ് എടുക്ക്, ബാക്കിയുള്ള ടീം എന്തൊക്കെ പോവാണ്ടിരുന്നതാണ് നീ ചോദിക്കണം. അല്ല, ബാക്കിയുള്ളവർക്ക് ആ സമയത്ത് പൈസ ഉണ്ടായില്ലേ? എല്ലാം ലാസ്റ്റ് ഇതിലായിരുന്നല്ലോ അവൻ വന്നത്. മിനിമം ഒരു 10 പോകേണ്ട കളിക്കാരനായിരുന്നു വിൽ ജാക്സ്. 8 മുതൽ 10 വരെ ഞാൻ വിചാരിച്ച 8 മുതൽ 10 വരെ പോകുന്നതാണ്. സോ മുംബൈ RCB എല്ലാം അങ്ങനെ തന്നെയല്ലേ ചെയ്തേക്കുന്നേ.